Good afternoon all. Yes. Okay. Good afternoon, ma'am. Yeah. Afternoon. Okay. Nakia Miss, ഈ ബില്ല് ഫുഡ് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? റെസ്പോണ്ട് ചെയ്യോ ആരെങ്കിലും? ആ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഠിപ്പിച്ചു. വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ബില്ല് ഫുഡ് ക്യാൻ കുഡ് ഷാൽ ഷുഡ് പടാൽബോബ് എല്ലാം കംപ്ലീറ്റ് അല്ലേ? ക്ലിയർ അല്ലേ നമുക്ക്? Good afternoon. Okay. Yeah. അക്ഷയ് കുമാർ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുന്നത് ക്ലിയർ ചെയ്ത് കൊടുക്കാവോ ആരെങ്കിലും? ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ക്ലിയർ ചെയ്ത് കൊടുക്കും. ഒന്നുമില്ലല്ലോ. Yeah. അപ്പൊ അത് ക്ലിയർ ആണ്. മൊഡൽ ബോബ് എല്ലാം ക്ലിയർ ആണല്ലോ. ഇനി എടുക്കണ്ടല്ലോ, എടുക്കണോ? അല്ലെങ്കിൽ നമുക്ക് വേറെ പോർഷനിലേക്ക് പോവാം. കറക്റ്റ് റെസ്പോണ്ട് ചെയ്യോ ആരെങ്കിലും ഒന്ന്? വേറെ പോർഷൻ എടുക്കാൻ ടീച്ചർ. അപ്പൊ മൊഡൽ ബോബ് കംപ്ലീറ്റ് ആണ്. ഇനി ഓക്സിലറീസ് അറിയാലോ ഇപ്പൊ കംപ്ലീറ്റ് അല്ലേ ഏകദേശം? ഓക്സിലറിയും മൊഡൽ ബോബും ഏകദേശം കംപ്ലീറ്റഡ് ആണ്. ഇനി വീണ്ടും ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. Okay, moving on to the next question. Okay. അക്ഷയ് കുമാർ ഉണ്ടോ ക്ലാസ്സില്? അക്ഷയ് ഇന്ന് സംസാരിക്കാവോ? അക്ഷയ് കുമാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവര് ചോദിക്കൂ, അവര് ഇത് പറഞ്ഞു തരും. അക്ഷയ് പിന്നെ ഇത് നേരത്തെ തന്നിട്ട് നോട്ട് പ്രകാരം എങ്ങനെയാണെന്ന് ചാപ്റ്റർ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് PDF വഴി നമുക്ക് നോട്ട്സ് തന്നിട്ടുണ്ട്. അതില് 3rd മൊഡ്യൂളിലാണ് ഓഡിറ്റ് ചാപ്റ്റർ 12 കേട്ടോ. അക്ഷയ് ക്ലാസ്സിലുള്ളതാണോ? അക്ഷയ് എനിക്ക് മറ്റേ ബാച്ചാന്ന് തോന്നുന്നു ടീച്ചറെ. ഞങ്ങളുടെ 9th ബാച്ചിൽ എനിക്ക് അറിയില്ല. അങ്ങനെ 9th ബാച്ചിൽ ബോയ്സ് ടോമും ജെറിനും ശരത്തുവേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി അക്ഷയ് വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഡിസ്റ്റർബ് ചെയ്യരുത്. ക്ലാസ് എടുക്കാൻ പോവാണ്. ഓക്കെ. ടോം ഹായ്. ഹലോ ടോം. ഹായ്. ടോം ഇന്ന് വരില്ലെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം തീർന്നിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അന്നേന്ന് ഉറക്കവാ. എന്റെ അല്ല കല്യാണം, സോറി, മാറിപ്പോയി. ഇംഗ്ലീഷ് ക്ലാസ് ആയതുകൊണ്ട് കയറിയതാണോ കേട്ടോ? അല്ല, ഞാൻ ക്ലാസ്സിൽ കയറാൻ അമ്മ പറഞ്ഞോണ്ട് കയറിയതാ. ഞാൻ ഉറങ്ങാൻ കിടന്നായിരുന്നു സത്യമായിട്ട്. ചൈൽഡാണെങ്കിൽ കിടന്നോളൂ, ക്ലാസ് കണ്ടാൽ മതി. കുഴപ്പമില്ല. നോട്ട് എഴുതിട്ടുണ്ടോ? നോട്ട് എഴുതിക്കാനുള്ളതായിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്താ പോരെ? സ്ക്രീൻഷോട്ട് എടുത്താ പോരെ? പിന്നെ ചെറുക്കന്റെ ഫോട്ടോ പിന്നെ തരാം. സോറി മാഡം, അമ്മ പെണ്ണിന്റെയും ചെറുക്കന്റെ ഫോട്ടോ ചോദിച്ചു. ഓക്കെ, നമ്മളിത് കുറച്ച് എക്സ്പ്രഷൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ. അതായത് ഓരോ സെന്റൻസ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ സംസാരിക്കാനോ ഇംഗ്ലീഷിലുണ്ടെങ്കിൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാനായിട്ട്.
ഓക്കെ, അപ്പോ കുറച്ച് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതെല്ലാരും. ഫസ്റ്റ് ഇതാണ്. ഇപ്പോ would you please എന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ് അല്ലെ. ദയവായി ഒന്ന് ചെയ്തു തരാവോ എന്നൊരു മീനിങ്ങിലാണ് would you please എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് എക്സ്പ്രഷൻ ആണ് would you please. അപ്പോ ഇതൊരു എക്സ്പ്രഷൻ ആണ് കേട്ടോ. would you please എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. അതിന്റെ മീനിങ് വരുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാവോ എന്നാണ്. അപ്പോ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ആ would you please ന് ശേഷം നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാവോ, ദയവായി ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാവോ എന്നാണെങ്കിൽ would you please close the door എന്ന് ചോദിക്കാം. അപ്പോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് ആ മാറ്റർ ഈ എക്സ്പ്രഷന് ശേഷം നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ അതൊരു സെന്റൻസ് ആവും, അതൊരു റിക്വസ്റ്റ് ആണ്, അതൊരു പൊളൈറ്റ്നെസ് ആണ്, പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. would you please close the door, അല്ലെങ്കിൽ would you please give me some money, ഒരു സ്പേസിലേക്ക് തരാവോ, would you please give me some money, അല്ലെങ്കിൽ ഇവിടെ നിന്നും പോയി തരാവോ, would you please go from here എന്ന് ചോദിക്കാം. would you please go from here, ഇവിടെ നിന്ന് പോയി തരാവോ, ദയവായി ഇവിടെ നിന്ന് പോയി തരാവോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നിങ്ങൾ ചോദിക്കാവുന്ന എന്തും നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്താണോ അതിനുശേഷം ഈ എക്സ്പ്രഷന് ശേഷം എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്, അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കണമെങ്കിലും ചോദിക്കണമെങ്കിലും ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, would you please എന്ന് പറയുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം അവര്. ഓക്കെ, എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്, പറയാവുന്നതാണ്. എല്ലാവരും നോട്ട്ബുക്ക് എഴുതിയെടുക്കണം. ഓക്കെ, would you please വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. Then write on your notebook. ടെക്സ്റ്റ് ചെയ്യട്ടോ, പറയണം, ഇതിൽ പറയാ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, Would you please give me English note? would you please give me English note. English note. Okay, then എല്ലാവരും പറയൂ, എക്സാമ്പിൾസ് പറയൂ. ഞാനിപ്പം പറയാൻ വന്നതായിരുന്നു, അതുകൊണ്ട് ഇപ്പം ടൈപ്പ് ചെയ്ത് വിട്ടു. Would you please give the pen? Okay, please give pen. Would you please open the Would you door? please give your book? Yeah, would you please give your book. Okay, the next. Would you please take the call? Yeah, okay. Then Would you please explain this part? yeah, would you please explain this part or topic? Would you please explain this sentence? Would you please come with me? Okay, why on the varaavo? Okay, come with me. Yeah, Would you please leave from this room? yeah, would you see the problem soon? Okay, Would you please drop there? yeah, okay, drop there. Okay, Would you please open the door? yeah, and the door. Would you please close the door? Send me the documents. Yeah, send the documents. Okay, yeah, Would you please give the door? The dog. yeah, okay. Would you please help me? Now, would you please help Would me? you please help play with me? Yeah, okay. Yeah, okay, clear ആണ്. So would you please expression വെച്ചിട്ട് നമുക്ക് ഒരുപാട് സെന്റൻസ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അല്ലെ, സിമ്പിൾ അല്ലേ? അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? Would you mind if I? Would you? Would you mind if I?
മാം അതൊന്നും കൂടി പറയൂ. കുഡ് യു മൈൻഡ്? Would you mind if I? ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. Would you mind if I? Would you mind if I യുടെ മീനിങ് വരുന്നത് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നാണ്. എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഓക്കെ. ഐ ക്യാപിറ്റൽ എഴുതിക്കോളൂ സ്ക്രോളേ വന്നോളൂ. പോകണ്ട. അത് ചെയ്യാമോ എന്നല്ലേ? എന്തെങ്കിലും വിരോധം ഉണ്ടോ? Would you mind if I എന്ന് ചോദിക്കും. എന്തെങ്കിലും വിരോധം ഉണ്ടോ? അതായത് ഇപ്പോ ഞാൻ ഡോർ തുറക്കുന്നില്ല, ഡോർ ഓപ്പൺ ഞാൻ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നല്ലയോ? തെറ്റുണ്ടോ വിരോധമുണ്ടോ? രണ്ടായിക്കരെ സെയിം തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. വിരോധം ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നാണോ ആയി വരുമ്പോ? അതെ എന്നോട് എന്തെങ്കിലും വിരോധം, നിനക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? അതല്ല മൈൻഡ് ആയി എന്ന് വരുമ്പോ if I ഞാൻ Would you mind if I take the call? അങ്ങനെ പറഞ്ഞു. If I take the call. ഞാൻ ആ കോൾ എടുക്കുന്നതിൽ നിനക്ക് വിരോധം ഉണ്ടോ? ഓക്കെ, ഇല്ല ചോദിക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഞാനിപ്പോ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? Would you mind if I open the door? എന്ന് ചോദിക്കാം. Would you mind if I open the door? ഞാൻ ആ ഡോർ തുറക്കുന്നതിൽ നിനക്ക് വിരോധം ഉണ്ടോ? ഓക്കെ. Would you mind if I take it? ഞാൻ ഇത് എടുക്കുന്നതിൽ നിനക്ക് വിരോധം ഉണ്ടോ? മനസ്സിലായോ? അപ്പോ would you mind if I ക്ക് ശേഷം മാറ്റർ എന്താണോ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ആഡ് ചെയ്യാം. ഇപ്പൊ എഴുതി തെറ്റല്ലേ? ഇഫ് ഐ സിറ്റ് അല്ലല്ലോ, സാറ്റ് ഹിയർ അല്ലയോ? അത് നമുക്ക് വേർബിന് ഫസ്റ്റ് ഫോം യൂസ് ചെയ്യാവുന്നതാണ്. കുഴപ്പമില്ല. Would you mind if I sit here? ഞാൻ വിളിക്കുന്നതിന് വിരോധമുണ്ടോ എന്നാണ്. സാറ്റ് ഹിയർ അല്ലേ മാഡം? നോ, സാറ്റിൽ അത് പാസ്റ്റ് ആയി പോലെ പ്രസന്റ് അല്ലേ പക്ഷേ. ഓ സോറി അല്ല, എഴുതിയ ആളോട് സോറി ചോദിക്കുന്ന കേട്ടോ. ശരിയായിരുന്നു. ടീച്ചർ പോയി. ടീച്ചർ പോയിട്ടില്ല. ടീച്ചറെ കുറിച്ച് പറയില്ല. ഓക്കെ, കുറിച്ച് ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ചെയ്യൂട്ടോ, അതിന് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. മലയാളം എഴുതിയെടുക്കണോട്ടോ. എന്തെങ്കിലും വിരോധം ഉണ്ടോ അത് മലയാളം എഴുതി വെക്കുക. അത് എക്സ്പ്രഷൻ എഴുതിയ ശേഷം അവിടെ മലയാളം എഴുതി വെക്കുക. അത് മറന്നു. ഓക്കെ, ഞാനത് ചെയ്യുന്നതിന് നിനക്ക് ഇതിന് വിരോധം ഉണ്ടോ? Would you mind if I do it? You do that. ഞാനത് ചെയ്യുന്നതിന് നിനക്ക് ഇതിന് വിരോധം ഉണ്ടോ? ഞാൻ അവന്റെ വീട്ടിൽ പോകുന്നതിന് നിനക്ക് ഇതിന് വിരോധം ഉണ്ടോ? Would you mind if I go to his house? ഞാൻ അവന്റെ വീട്ടിൽ പോകുന്നതിന് നിനക്ക് ഇതിന് വിരോധം ഉണ്ടോ? Would you mind if I go to his house? Yeah. Would you mind if I write a book? ഞാൻ ആ ബുക്ക് Write a note in the book. Yeah. Would you mind if I write this book? അല്ലെങ്കിൽ write a Write note? something in the book. Would you mind if I ask you a question? Yeah. ഞാൻ ചോദിക്കുന്നത് വിരോധം. Okay. Would you mind if I see the film? ഞാൻ film കാണുന്നത് വിരോധമുണ്ടോ? See the film നെക്കാൾ നല്ലത് watch the film. ഞാൻ സിനിമ ഫിലിമിന് ഏറ്റവും നല്ലത് വാച്ച് ആണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. സീ എന്ന് ചോദിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. മിസ്റ്റേക്സ് ഒന്നുമില്ല. നല്ല ബെറ്റർ വാച്ച് ആണ്. ഒരുപാട് ചോദിക്കാലോ. Would you mind if I take your phone? ഞാൻ നിന്റെ ഫോൺ എടുക്കുന്നതിന് വിരോധമുണ്ടോ? Would you mind if I leave early? ഞാൻ നേരത്തെ പോകുന്നതിന് നിനക്ക് വിരോധമുണ്ടോ? Would you mind if I use your computer? നിന്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിന് വിരോധമുണ്ടോ? ഒരുപാട് ചോദിക്കാല്ലേ. Okay. Clear? Yes, ma'am. Next ഏതാ? What would you like to? ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ 3 എക്സ്പ്രഷനും ക്വസ്റ്റ്യൻ ആണ്. What would you like to? എന്താണ് ഇഷ്ടപ്പെടുന്നത്? നീ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. മീനിങ് വേണ്ടത്.
നീ എന്താണ് ഇഷ്ടപ്പെടുന്നത്? നീ എന്താണ് ഇഷ്ടപ്പെടുന്നത്? നീ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? What would you like to have? എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? What would you like to read? Okay. അതുപോലെ എക്സ്പ്രഷൻസ് ഒന്ന് സോറി എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ. What would you like to do? നീ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? What would you What would you like to eat? What would you like to eat? ഈറ്റിന് പകരം ഹാവ് യൂസ് ചെയ്യാം കേട്ടോ. ഹാവ് എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഹാവിന് കഴിക്കാൻ ഒരു മീനിങ് കൂടി ഉണ്ട്. What would you like to play in the ground? ഗ്രൗണ്ടിൽ എന്താണ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്? തെറ്റാണ്. തെറ്റല്ല, പ്രശ്നം അങ്ങനെ വരുന്നേ ഉള്ളൂ. ഗ്രൗണ്ടിൽ നീ എന്താണ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് മാറാട്ടോ. What would you like to song? What would you like to sing? അങ്ങനെയാണോ? നീ എന്താണ് പാടാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് വരും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് മാറ്റാം. ഇപ്പൊ what would you like to song എന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ നല്ല നീ ഏത് പാട്ടാണ് പാടാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ക്വസ്റ്റ്യൻ നല്ലതായിരിക്കും. അപ്പൊ ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിച്ച് ആഡ് ചെയ്യാം. വിച്ച് സോങ് വുഡ് യു ലൈക്ക് ടു സിംഗ് എന്ന് ചോദിക്കാം. വിച്ച് സോങ് വുഡ് യു ലൈക്ക് ടു സിംഗ്? നീ ഏത് പാട്ടാണ് പാടാൻ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ വാട്ട് WH ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഏത് വേണമെങ്കിൽ ചോദിക്കാം. വാട്ട് വിച്ച് ടീച്ചർ നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അല്ലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും ചെറുതാക്കണമെന്നാണോ ഏറ്റവും വലുതാക്കുന്നതാണോ നല്ലത്? അതായത് പൂർണ്ണമാക്കി ചോദിക്കുന്നതാണോ അതോ ചെറുതായി പൂർണ്ണമായതല്ലേ നല്ലത്? ഇപ്പം ടീച്ചർ പറഞ്ഞില്ലേ ലൈക്ക് ടു സിംഗ് എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ കാണാൻ TV-യിൽ കാണാൻ എന്ന് പറഞ്ഞില്ലേ ടീച്ചർ? അതിപ്പം വേണമെങ്കിൽ TV-യിൽ മാത്രമല്ലല്ലോ, അല്ലാതെ ഫോണിലാവാം, അല്ലാതെ കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് പല രീതിയിൽ കാണാമല്ലോ. TV-യിലായാലും ഫോണിൽ അങ്ങനത്തെ പല രീതിയിൽ വരത്തില്ല ക്വസ്റ്റ്യൻ. അതോട് മെൻഷൻ ചെയ്യണം. എന്താണ് എവിടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മെൻഷൻ ചെയ്യാം. TV, ഫോൺ, എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്താൽ മതി, കംപ്ലീറ്റ് ആവും. ഓക്കെ, what would you like to watch on TV? Watch in TV അല്ല കേട്ടോ. TV എന്ന് പറയുന്ന മീഡിയ ആണ്. മീഡിയ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ഓൺ ആണ്. അപ്പോ what would you like to watch on TV? On TV ആണ് വരാം. What would you like to become? എന്താകാനാണ് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? What would you like to food? What would you like to food അല്ല, എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ what would you like to eat പറയാം, have പറയാം. നിങ്ങൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ which food you like to which food would you like to eat എന്ന് ചോദിക്കണം. ഏത് ഫുഡാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? Which food would you like to eat എന്ന് ചോദിക്കണം. What would you like to take to eat? വരത്തില്ല അല്ലയോ? കറക്റ്റ് അല്ലല്ലോ, തെറ്റല്ലേ? ഓക്കെ, അപ്പൊ വാട്ടല്ല വിച്ച് ചോദിക്കാം, അതിന്റെ കൂടെ വെൻ ചോദിക്കാം. ഓക്കെ, ഈ വീക്കെൻഡ് എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? കുഴപ്പമില്ല. അപ്പൊ അതിന്റെ മീനിങ് വരുന്നത് അറിയാലോ, എന്താണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എന്താണ് അത് പാട്ടായത് കൊണ്ടാണ് എന്താണെന്ന് ചോദിച്ചത്. ചോദിക്കാൻ ഏതാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ WH ക്വസ്റ്റ്യൻ മാറും തോറും നമ്മുടെ
ക്വസ്റ്റ്യൻസിന്റെ മീനിങ് മാറിപ്പോലും. ക്ലിയർ? What would you like to ചോദിക്കാം? Which would you like to ചോദിക്കാം? When would you like to ചോദിക്കാം? When ചോദിക്കുന്നത് എന്താണ്? നീ എപ്പോഴാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്? എവിടെയെങ്കിലും പോകാനാണല്ലോ. അപ്പൊ എപ്പോഴാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്? ഓക്കെ? ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയോ? വെൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്? വെൻ വുഡ് യു ലൈക്ക് ടു ഗോ ദേർ? നീ അവിടെ എപ്പോഴാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ ക്വസ്റ്റ്യൻ വേണം മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് സെന്റൻസിന്റെ മീനിങ് മാറും, ക്വസ്റ്റ്യന്റെ മീനിങ് മാറും. ക്ലിയർ ആയോ? ഈ പറഞ്ഞ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ പിന്നീട് ബുക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? കാരണം എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഗ്യാരണ്ടി ആണ്. ഓക്കെ, ടെൻഷന് പേടിക്കേണ്ട, ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കാതെ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് സംസാരിക്കാം. എന്തായാലും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഓ ക്ലിയർ. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? യൂസ്ഡ് ടു. യൂസ്ഡ് ടു. യൂസ്ഡ് ടു. യൂസ്ഡ് ടുവിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1 ആണ്. സബ്ജക്ട് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1. സബ്ജക്ട് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1 ആണ് സ്ട്രക്ചർ വരുന്നത്. അത് നമുക്ക് മീനിങ് വരുന്നത് പണ്ടുണ്ടായിരുന്ന ശീലങ്ങളെ കുറിച്ച് പറയാനാണ്. എനിക്ക് പണ്ട് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അതേ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ടു പറയുന്നത്. ഓക്കെ, ഹായ് പറഞ്ഞാണോ? ഓക്കെ, ഹായ് പറഞ്ഞാണെങ്കിൽ തിരിച്ചു ഹായ്. ഓക്കെ, അപ്പൊ പണ്ടുണ്ടായിരുന്ന ശീലങ്ങളെ കുറിച്ച് പറയാം. അതായത് ഞാൻ പണ്ട് സ്മോക്ക് ചെയ്യായിരുന്നു. ഓക്കെ, സ്മോക്ക് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ പണ്ടുണ്ടായിരുന്ന ശീലമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? ഐ യൂസ് ടു സ്മോക്ക് എന്ന് പറയാം. ഐ യൂസ് ടു സ്മോക്ക്. സ്മോക്ക് ചെയ്യുകയായിരുന്നു, അതായത് പണ്ടത്തെ ശീലമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ് യൂസ് ടു വരുന്നത്. എന്താണ് നമുക്ക് ഉണ്ടായിരുന്ന ശീലം? അത് യൂസ് ടുവിന് ശേഷം V1 ആയിട്ട് മെൻഷൻ ചെയ്യാം. V1 ആയിരുന്നു വെർബ് ഫസ്റ്റ് ഫോം എടുക്കണം. ഓക്കെ, ഐ യൂസ് ടു സ്മോക്ക്. I used to come here. ഞാൻ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. ഇപ്പൊ ഇല്ല. പണ്ട് വരായിരുന്നു, ഇപ്പൊ ഇല്ല. മനസ്സിലായോ? പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇല്ലാത്ത പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, I used to മോർണിംഗ് വാക്ക് അല്ല, I used to go മോർണിംഗ് വാക്ക് എന്ന് പറയാം. I used to walk daily. അത് കറക്റ്റ് ആണ്, അങ്ങനെ പറയും. I used to walk daily. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോവായിരുന്നു. എന്റെ പണ്ടത്തെ ശീലമാണ്. I used to drive daily. Then she used to call me every day. അവൾ എന്നെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. She used to call me every day. അവൾ എല്ലാ ദിവസവും എന്നെ വിളിക്കുമായിരുന്നു. I used to go there. ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുമായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതേപോലെ എക്സാമ്പിൾസ് റീഡ് ചെയ്തൊക്കെ എല്ലാവരും. I used to play badminton every day. Yeah, I used to play badminton. അതായത് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പണ്ടത്തെ കാര്യമാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലമല്ല, അത് പ്രസന്റിലുള്ളതല്ല. പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇപ്പോഴില്ല. അത് ഈ യൂസ് ടു വെച്ച് പറയുമ്പോൾ
കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കും. ഓക്കെ, അത് അവരുടെ പണ്ടത്തെ ശീലമാണ്. മനസ്സിലായോ? അമ്പിളി യൂസ്ഡ് ടു ടീച്ച് ഏതാ പല്ല് പല്ലിന് എന്താ പറയുന്നത്? ടീത്ത്. ടീത്ത്. കേട്ടില്ല, സെന്റൻസ് പറയൂ. അമ്പിളി യൂസ്ഡ് ടു ടീച്ച് ദ ടീത്ത്. അമ്പിളി പല്ല് തേക്കാൻ ഉപയോഗിച്ച ടീച്ച് ചെയ്യുമായിരുന്നു. മലയാളം പറയൂ. അമ്പിളി പല്ല് തേക്കുമായിരുന്നു. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം ഇല്ലേ പറയാൻ? യൂസ്ഡ് ടു ടീച്ച് ദ ടീത്ത്. അമ്പിളി യൂസ്ഡ് ടു ടീച്ച് ദ ടീത്ത്. അമ്പിളി used to teach me how to say in എന്നാണ് അതോട് ഉദ്ദേശിക്കുന്നത്. ടീത്ത് എന്നുള്ളത് പഠിപ്പിക്കുകയായിരുന്നു എന്നാണോ? പല്ലിനെ പറയുന്നത് ടീത്ത് എന്നാണെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ശീലമല്ല. അത് മനസ്സിലായില്ലല്ലോ. പല്ലില്ലെങ്കിൽ വേറൊരാളെ ആക്കിയാലും മതി. ഞാൻ അറിയാതെ പല്ലിന്റെ കാര്യം പറഞ്ഞു. എന്നെ ആയാലും മതി, എന്റെ പേരാക്കിയാലും മതിയല്ലോ. അമ്പിളി യൂസ്ഡ് ടു ടീച്ച് മീ. അമ്പിളി used to teach me. എന്നെ അമ്പിളി പഠിപ്പിക്കുകയായിരുന്നു. ഓക്കെ. He used to play cricket every day. I used to be afraid of cockroach. Yeah, I used to be afraid of cockroach. ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. I used to sing well. Yeah, അതിപ്പോഴും പാടാലോ. ഒരു ജസ്റ്റ് ഒരു എക്സാമിന് വേണ്ടിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഉള്ളതാണോ? യൂസ്, അത് യൂസ് എന്നല്ലേ? യൂസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഈ എക്സ്പ്രഷൻ ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് 3 എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. Would you please? What would you like? Would you please? Would you mind if I? What would you like to? Used to teach teach with computer. That's all. ഇല്ലേ? പറയൂ, ക്ലിയർ ആയില്ല. Teachers used to teach the students with the computer. എഴുതി വെച്ചിട്ട് പറട്ടോ. എഴുതി വെച്ചിട്ടോ? അമ്പിളി ടീച്ചേഴ്സ്, ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു. We used to play cricket. Yeah, we used to play cricket. Okay, I used to drink a lot of tea. Yes, I used to teach my children. Okay, ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് വരുന്ന വേർബ് എപ്പോഴും ബി വൺ ആയിരിക്കണം, ഫസ്റ്റ് ഫോം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ്. അത് മാത്രം ശ്രദ്ധിക്കാം. Anu used to game always. I used to Game always. I used to play game always എന്നാണ് വിഷയം. Play games always. ഞാൻ ഗെയിം കളിക്കുമായിരുന്നു എന്നാണോ? അതെ. അങ്ങനെ പ്ലേ ഗെയിം എന്ന് പറയുന്നത് കേട്ടോ. പ്ലേ വേണം, വേർബ് പ്ലേ ആണ്. Teachers used to teach the student with computer. വിത്ത് കമ്പ്യൂട്ടർ ഇവിടെ വിത്ത് കമ്പ്യൂട്ടർ എന്താണ്? കമ്പ്യൂട്ടർ വെച്ചാണ് ടീച്ചർമാര് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിപ്പോഴല്ലേ, പണ്ടല്ലല്ലോ. യൂസ്ഡ് ടു എന്ന് ഞാൻ ചേർത്ത് വെച്ചാണ്, പണ്ട് പഠിപ്പിച്ചെന്നാണ് പറഞ്ഞത്. ഓക്കെ, പണ്ടൊരു ദിവസം പഠിപ്പിച്ചിരുന്നു. കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് അല്ലേ? ഇവിടെ നോക്കേണ്ടത് യൂസ്ഡ് ടുന് ശേഷം വരുന്ന വേർബ് ഫസ്റ്റ് ഫോം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ 4 എക്സ്പ്രഷൻ ക്ലിയർ അല്ലേ? വീണ്ടും ഡൗട്ട് ഉണ്ടോ? ഇല്ല. Used to might if
പിന്നെ ഏതൊക്കെയാ? ലൈക്ക് മൈൻഡ് ആണത്, മൈൻഡ്. മൈറ്റ്, പിന്നെ വുഡ്. I used to play video games in my childhood. Yeah, കുഴപ്പമില്ല, പറയാം. ഇന്ന് 3 അല്ലേ പഠിപ്പിച്ചുള്ളൂ? Next, 3 അല്ല 4 എടുത്തു. Would you please? Would you mind if I? വുഡ് യു മൈറ്റ്. ശരിയാ. 2 Used to. അതിനുശേഷമാണ് എഴുതാം. Next one, needed. ടീച്ചർ ഏതൊക്കെയാ ഒന്നുകൂടെ പറയോ? Would you please? Would you mind if I? What would you like to? Then used to. പാല്. ശരിയാ. Yeah, അതിനുശേഷം മുന്നേയുള്ള പറയോ? എന്തോ? ഋതുവിന്റെ മുന്നേയുള്ള അതൊന്ന് പറയോ? ഇനിയിപ്പോ ലേറ്റസ്റ്റ് പറഞ്ഞാണോ? What would you like to? What would you like to? അതല്ലേ? You please. Second one, would you mind if I? Third one, what would you like to? Last one, used to. Okay, here. The next one, needed. Needed in the expression ആണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് നീഡിന്റെ പ്ലസ് B1 എന്നാണ്. സബ്ജക്ട് പ്ലസ് നീഡിന്റെ പ്ലസ് B1. മീനിങ് വരുന്നത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. You needn't go there. So, You needn't go there. you needn't bother. നീ അത് bother ചെയ്യേണ്ട ആവശ്യമില്ല. Yeah. You needn't bother there. So that's very good. ഞങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. We needn't go there. നിങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. We needn't go there. Okay. എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. We needn't do that. You needn't bother about that. You needn't bother about that. Okay. ഇതിനെക്കുറിച്ച് bother ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ എക്സാമ്പിൾസ് പറയുന്നത് നമുക്ക് എക്സ്പ്രഷന്റെ സ്ട്രക്ചർ കിട്ടി, അതിന്റെ മീനിങ് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് സെന്റൻസും അഥവാ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ അതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും കേട്ടോ. മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, നമ്മുടെ ഡേ ടു ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ലാംഗ്വേജ് നമ്മുടെ ഡേ ടു ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, you needn't push her. You needn't punish me. Yeah. You needn't translate that. I can't understand what you say. Okay, നീ എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അവനത് എന്താണോ പറഞ്ഞത് എനിക്കത് മനസ്സിലായി. Okay, you needn't translate that. I understood what you say. Okay, അപ്പൊ ഇനി വലിയ സെന്റൻസ് ആണെങ്കിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. We didn't play the game. We didn't play the game on phone. Okay. അത് റൈറ്റ് ആണ് മിസ്സേ. He didn't go abroad. Yeah, abroad പോയിട്ട് ആവശ്യം. നമ്മൾ സ്ട്രക്ചറിന്റെ ബേസിൽ പറഞ്ഞാൽ മതി. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് നീഡിംഗ് പ്ലസ് B1 ആണ്. അപ്പോ നീഡിന്റെ ശേഷം വരുന്ന വേർബ് ഫസ്റ്റ് ഫോം ആക്കിയാൽ മതി. ക്ലിയർ ആയി? പിന്നെ വരുന്ന ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിൽ നമുക്ക് വലിയ മിസ്റ്റേക്സ് ഒന്നും വരില്ല.
You needn't to cook the breakfast. You needn't cook breakfast എന്ന് പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് തന്നെ സ്വയം കുറെ കാര്യങ്ങൾ മനസ്സിലാവും, കുറെ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും. അതെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി തന്ന വൊക്കാബുലറി എല്ലാവരും നോക്കിയിരുന്നോ? ഒന്ന് പഠിച്ചു എന്തെങ്കിലും ഏതെങ്കിലും ഒക്കെ? ആ പഠിച്ചോ? അല്ലെങ്കിൽ വായിച്ചെങ്കിലും നോക്കിയോ? പറയൂ. We are warned. അതല്ലേ? We are warned. അവിടെ അല്ലേ നിർത്തിയത്? എക്സ്പ്രഷൻ വെച്ചിട്ട് പറയൂ. നീഡിന്റെ My father doesn't need my money. My father needn't my money. എന്റെ അച്ഛനെ എന്റെ പൈസ ആവശ്യമില്ല. അങ്ങനെയാണോ? അത് കറക്റ്റാണോ? നീഡ് എന്ന് പറയുന്നത് ആവശ്യം. നീഡിന് നെഗറ്റീവ് ആണ്, ആവശ്യം ഇല്ല. അല്ലേ? നീഡിന് നെഗറ്റീവ് നീഡിന്റെ, ആവശ്യത്തിന് നെഗറ്റീവ് ആവശ്യമില്ല. കറക്റ്റ് അല്ലേ? എന്റെ പൈസ എന്റെ അച്ഛന് ആവശ്യമില്ല. money. Yeah, right. He needn't pay. You didn't give some money. Yeah. You didn't give money. Yeah, right. When the unjudged expression പഠിച്ചു, ഇതെല്ലാം ക്ലിയർ ആണോ? നിങ്ങള് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ. മാക്സിമം നന്നായിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, നമുക്ക് ആലോചിച്ചിട്ടാത്ത ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. മാക്സിമം അത് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എക്സ്പ്രഷൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുമ്പോ എക്സ്പ്രഷൻസ്, ഇപ്പൊ പഠിക്കുന്ന എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. മനസ്സിലായോ? മാക്സിമം യൂസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വായിലേക്ക് അത് വരും. ഏതെങ്കിലും എക്സ്പ്രഷൻ ആണോ അത് കറക്റ്റ് ആ ടൈമിൽ വരും. അങ്ങനെ നമുക്ക് എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, to want your car cash. Cash. He needed your cash. അത് പറഞ്ഞാൽ മതി. അവന് നിന്റെ കാശ് ആവശ്യമില്ല. കാരണം ആവശ്യം ഇന്ന് ഓൾറെഡി അവിടെ നീഡ് കൊണ്ടിട്ടുണ്ട്, പിന്നെ അവിടെ വാണ്ട് വേണ്ട കേട്ടോ. You needed but today. ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ പിള്ളേരോട് മക്കളോടാണെങ്കിലും ഹസ്ബൻഡിനോടാണെങ്കിലും ഇതിലൊക്കെ പറയുമല്ലോ. അത് നമുക്ക് ഈ നീഡിനെ കുറിച്ചിട്ട് പറയാം. നീ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല കണ്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഒരുപാട് മലയാളം സെന്റൻസ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും നമ്മളെ ഓർക്കുന്നില്ല. അത് നമ്മൾ മലയാളം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പറയുന്നില്ലേ. അപ്പൊ ആ ഓട്ടോമാറ്റിക് ആയിട്ട് മലയാളം പറയുന്ന പോലെ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റണം. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യണം. You needn't wash my clothes. നിന്റെ ഡ്രസ് ക്ലോത്ത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും എക്സാമ്പിൾസ് പറയും. നിങ്ങൾ ഡെയിലി നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആലോചിക്കാം. അങ്ങനെ നമുക്ക് നമ്മളിൽ കണക്റ്റഡ് ആയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. അങ്ങനെ എക്സാമ്പിൾസ് അത് വെച്ച് മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോ നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് വെച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ മലയാളത്തിൽ സംസാരിക്കുന്നതിന് പകരം, കാരണം ഓൾറെഡി നമ്മൾ അത് വെച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മലയാളത്തിൽ പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇംഗ്ലീഷ് നിങ്ങളുടെ ഡേ ടു ലൈഫിൽ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ അതിനൊക്കെ വെച്ചിട്ട് കുറെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇപ്പോ ഇന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ നാളെയും പറയും. അല്ലെ, ഹസ്ബൻഡിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും അല്ലേ, എല്ലാ ദിവസവും അവരോട് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്.
അപ്പൊ ഇന്ന് മലയാളത്തിൽ പറഞ്ഞെങ്കിൽ നാളെ നമുക്ക് ആ വാക്ക് ആ സെന്റൻസ് തന്നെ നമ്മൾ നാളെ ഇംഗ്ലീഷിൽ പറയാം. മനസ്സിലായോ? അത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ സിമ്പിൾ ആയിട്ട് പറ്റും. ആധികാരികമായി ആലോചിക്കാണ്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് കൺവേ ചെയ്യാനും വീട്ടുകാരോടൊക്കെ കോൺവെർസേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സിമ്പിൾ ആയിരിക്കും. അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, you needn't touch me. Yeah. You didn't beat me. You didn't correct. Okay. We didn't hurry. നമുക്ക് ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. We have plenty of time. നമുക്ക് ഒരുപാട് സമയമുണ്ട്. നമ്മൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ പറയാം, we didn't hurry. We have plenty of time. ഇങ്ങനെ പറയാം. Yeah, you didn't go to school bus. Means school bus പോകേണ്ട ആവശ്യമില്ല. I can give you a lift എന്ന് പറയാം. I can give you a lift. I can drop you എന്ന് പറയാം. നീ ഡ്രോപ്പ് ചെയ്യാം. സ്കൂൾ ബസ്സിൽ പോകേണ്ട ആവശ്യമില്ല. You didn't wait for me. നീ എന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ I didn't wake up early. I needed to wake up early. Yeah, I needed to wake up so early. നേരത്തെ എനിക്കേണ്ട ആവശ്യമില്ല. Because it's Sunday. It's Sunday. Sunday ആണ് എനിക്ക് നേരത്തെ എനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണ്? ഒരു എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? യൂസ്ഫുൾ ആണോ? യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ എക്സ്പ്രഷൻസ് ഒക്കെ? യൂസ്ഫുൾ ആണ്. You didn't write anything. നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ തരുന്ന നോട്ട്സും ഇപ്പൊ കുറച്ച് ക്ലാസ്സായിട്ട് നോട്ട്സ് തരുന്നുണ്ടല്ലോ, ഈ നോട്ട്സ് ഡെയിലി വായിക്കാൻ നോക്കാം കേട്ടോ. ഡെയിലി നോട്ട്സ് വായിക്കാൻ വേണ്ടി തന്നെ കുറച്ച് സമയം കണ്ടെത്താം. ഒരു 5 to 10 minutes എത്ര ആണെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക്. പക്ഷെ ഡെയിലി വായിക്കണം, അത് മസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം എപ്പോഴും തലക്കേറ്റ് വെക്കാം. ഓക്കെ, വായിക്കാം. ഡെയിലി വായിക്കുന്നതോടെ നമ്മുടെ മൈൻഡ് ഇതെല്ലാം കൂടിക്കൊടുക്കും. ഓക്കെ, ക്ലിയർ? Yes, ma'am. നെക്സ്റ്റ് ഒരു എക്സ്പ്രഷൻ എഴുതാം. What if I? What if I? What if I? അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? What if I? അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ ചെയ്താൽ എന്താ പറ്റുക? ഓക്കെ, അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലേ. അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക, അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? അത് ഓരോ സ്ഥലത്തെ സ്ലാങ് അനുസരിച്ചിട്ടിരിക്കും ഓരോ വേർഡ് മാറാൻ, അല്ലെ? നമ്മുടെ സൈഡിലൊക്കെ എടുക്കുക, എന്താ സംഭവിക്കുക, എന്താ ഉണ്ടാവുക, ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്ന കുഴപ്പം നമുക്ക് ചോദിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ളതാണ് വാട്ട് ഇഫ് ഐ. ഓക്കെ, വാട്ട് ഇഫ് ഐ റിസൈൻ ദിസ് ജോബ്? ഞാൻ ഈ ജോബ് റിസൈൻ ചെയ്ത് എന്താ സംഭവിക്കുക, എന്താ ഉണ്ടാവുക? വാട്ട് ഇഫ് ഐ റിസൈൻ ദിസ് ജോബ്? Okay, what if I speak the truth? ഞാനിപ്പോ സത്യം പറഞ്ഞത് എന്താ ഉണ്ടാവുക? What if I speak the truth? Okay, what if I speak the truth? അപ്പൊ ഇവിടെ ഞാനത് ചെയ്താൽ എന്താണ് സംഭവിക്കുക? കാരണം ഇഫിന് ശേഷം എനിക്ക് നായി ആയതുകൊണ്ട് ഞാൻ ചെയ്താലാണ്. What if I take the book? Yeah, what if I take the book? ഞാനിപ്പോ ബുക്ക് എടുത്തില്ല, എന്താ സംഭവിക്കുക? ഇനിയിപ്പോ അവളാണ്, അവൾ ഇവിടെ വന്നാൽ എന്താ സംഭവിക്കുക എന്നാണെങ്കിൽ ഇഫിന് ശേഷം ഷീ ആകാം. വാട്ട് ഇഫ് ഷീ കംസ് ഹിയർ ടുമോറോ? നാളെ ഇവിടെ അവൾ വന്നാൽ എന്താ സംഭവിക്കുക? വാട്ട് ഇഫ് ഷീ കംസ് ഹിയർ ടുമോറോ? അപ്പൊ ഐ സബ്ജക്ട് മാറ്റാം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും സബ്ജക്ട് മാറ്റും, അല്ലെ? അവൾ ഇവിടെ വന്നാൽ എന്താ ഉണ്ടാവുക? ചോദിക്കുമ്പോ അവിടെ അവളാണ് വന്നത് സബ്ജക്ട്. അപ്പൊ ഇഫിന് ശേഷം വരുന്നത് ഷീ ആണ്.
What if he drives the car? ഇവിടെ കാർ ഡ്രൈവ് ചെയ്യുന്ന സംഭവിക്കാം. Correct. ഇവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വരില്ല കേട്ടോ. നമ്മൾ എക്സ്പ്രഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് വരില്ല. അതാണ് ഈ എക്സ്പ്രഷന്റെ ഏറ്റവും വലിയ ഗുണം. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ കൺവേ ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. But if I drive the car, yeah, you drive ചെയ്ത് സംഭവിക്കാം. Correct. Then എക്സാമ്പിൾസ് മേക്ക് ചെയ്യട്ടെ എല്ലാവരും. ഭയങ്കര കഷ്ടമാണ്, നമ്മൾ എക്സാമ്പിൾസ് പറയുന്നില്ല. അറിയാ ഞാനിപ്പോ അവിടെ പോയാൽ എന്താ സംഭവിക്കാം? കറക്റ്റ് ആണ്. What if I play the music? What if I call him? What if I spend the money? Yeah, correct. Clear? Then okay, അപ്പൊ ഇന്ന് പഠിപ്പിച്ച എല്ലാ എക്സ്പ്രഷൻസ് വെച്ചിട്ട് മാക്സിമം നമ്മള് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. What if I play with him എന്ന് പറയും കേട്ടോ. സോറി, what if I pay him? Pay him നമ്മള് പേ ചെയ്യുന്നത് കേട്ടോ. Yeah. What if I stand here? Yeah. Yeah. Correct ആണ്. അപ്പോൾ മാക്സിമം ഇതേപോലെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഡെയിലി വായിക്കാം. എക്സാമ്പിൾസും ഈ എക്സ്പ്രഷൻസും വൊക്കാബുലറിയും ഡെയിലി വായിക്കാം, മാക്സിമം വായിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യുമല്ലോ, എന്താ സംസാരിക്കാതെ? Yes, ma'am. Clear, ma'am. ഇത്ര മതി. മതി, പറഞ്ഞു വിടാണല്ലേ. ഓക്കെ, what if I sit here? Yeah, correct ആണ് കേട്ടോ. മാക്സിമം യൂസ് ചെയ്യാം. What if I advise? Yeah, correct ആണ്. അപ്പൊ അത്രയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാം. എത്ര സുഖമില്ല, ഓക്കെ. സോ മൈൻഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. See you on the next class. Okay, bye. Thank you, ma'am. Thank you, teacher. Thank you.